അള്ളാന്റെ റസൂല് പറഞ്ഞത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നന്നാക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിമേ നിയ്യത്ത് എന്നത്. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നിങ്ങളുടെ നിയ്യത്തുകളെ നന്നാക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നമ്മുടെ നിയ്യത്തുകൾ ശരിയാക്കണം. റിയാ ഒരിക്കലും കടന്നു വരരുത് മുഅ്മിനീങ്ങളെ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, നിയ്യത്തുകൾ ശരിയാകണം. നമ്മൾ ഒരു പ്രവർത്തനം ചെയ്തു, ഇപ്പൊ ഒരു പാവപ്പെട്ടവനെ നാം സഹായിച്ചു, അവിടെ അവനിൽ നിന്നോ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള പ്രശംസയ്ക്കോ വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് റിയാ ആണ്, അത് ലോകമാന്യതയാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കൂലി ലഭിക്കൂല, കാരണം അതിന് ശിക്ഷയാണ് ലഭിക്കുന്നത്. നാം ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ, ഒരു നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ സമീപിക്കേണ്ട രീതി? എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നാളെ ആഖിറത്തിൽ എനിക്ക് കൂലി കിട്ടും. ഇന്ന് അങ്ങനെയല്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങള്, ഒരു ചാരിറ്റി പ്രവർത്തനങ്ങള്, അതുപോലെ എന്തെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇങ്ങനെ ഞാൻ ഇന്നയാളെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ പ്രൗഢി നടിക്കുന്ന ആളുകളായി മാറി നമ്മൾ, അല്ലേ? നമ്മുടെ നിയ്യത്തുകൾ ശരിയായില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ പറയും, ഇനി എന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിയ്യത്ത് മാറിയ രീതി ഒന്ന് ചിന്തിക്കണം. നിയ്യത്ത് മാറിക്കഴിഞ്ഞാൽ അതല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഓരോരുത്തർക്കും അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നാളെ ആഖിറത്തിൽ കൂലി ലഭിക്കുക എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നിയ്യത്ത് ശരിയാണെങ്കിലേ ആ നിയ്യത്തുകൾക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് നാളെ ആഖിറത്തിൽ കൂലി കിട്ടുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ വലിയ പ്രശംസ എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് സകാത്ത് നൽകിയാൽ, സദഖ ചെയ്താല് അത് അള്ളാന്റെ അടുക്കൽ നിനക്ക് കൂലി ലഭിക്കൂല, ശിക്ഷയെ ലഭിക്കത്തുള്ളൂ. ഇനി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇബാദത്തുകാരനാണ്, നിസ്കാരക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താലോ അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടൂല. ജനങ്ങളുടെ ഇടയിൽ തന്നെ നീ പ്രശംസ മേടിച്ചോ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവരുടെ കൂടെ നരകത്തിൽ പൊക്കോന്ന് പറയും. മനസ്സിലായോ? അള്ളാഹു കാക്കുമാറാകട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം റിയാ എന്ന് പറയുന്ന വലിയ വിപത്തുകളെ. ചില ആളുകളുടെ നിയ്യത്താണ്, അതായത് എനിക്ക് ഈ റമളാൻ വരും, ഇനി എന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാം, എന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിയ്യത്ത് മാറിപ്പോയില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഅഹ്സിനൂ നിയ്യത്തിക്കും, നിങ്ങളുടെ നിയ്യത്തുകളെ നിങ്ങൾ നന്നാക്കുക, ശരിയാക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ശഅബാനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശഅബാനിൽ നിങ്ങൾ വിജയിച്ചവരാകും. ഇബാദത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ജാഗ്രതരാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇബാദത്തുകളിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ നാം ലക്ഷ്യം വെക്കാവുള്ളൂ. വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചാൽ ആ ഇബാദത്തിൽ ലോകമാന്യത എന്ന മഹാവിപത്ത് കടന്നുകൂടുന്നതാണ്. അതുകൊണ്ട് തന്നെയല്ലേ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്റെ ഉമ്മത്തീങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയക്കുന്നത് അത് എന്തിനെയാണെന്നറിയുമോ സഹാബത്തേ? അത് ലോകമാന്യതയാണ്, അത് ചെറിയ ശിർക്കിനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാം. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് ചെറിയ ശിർക്ക്, എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സഹാബത്തിനോട് പറയുകയാ, സഹാബ അത് ലോകമാന്യതയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം